നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആന്ധ്ര മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിന് പുതിയ വെല്ലുവിളി BJP പാളയത്തിൽ നിന്ന് തന്നെ ഉയരുകയാണ്. നായിഡുവിനെ വീണ്ടും ജയിലിൽ കയറ്റാൻ ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുമെന്ന BJP നേതാക്കളുടെ ഇപ്പോഴത്തെ ഗർവാണം വലിയ തോതിൽ ഈ മന്ത്രിസഭയിലെ സഖ്യകക്ഷി എന്ന രീതിയിൽ അവരെ ആടി ഉലയ്ക്കും. കാരണം ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി നായിഡു ഏതെങ്കിലും രീതിയിൽ പിന്തുണ പിൻവലിച്ചാൽ നായിഡുവിനെ ജയിലിലേക്കാക്കും, അധികാരം നഷ്ടപ്പെടുത്തും എന്നീ വെല്ലുവിളികളാണ് ഇപ്പോൾ നടത്തുന്നത്. നോക്കൂ, കൂടെ നിൽക്കുന്നവരെ വിശ്വാസത്തിലെടുത്ത് ഒപ്പം കൊണ്ടുപോകുന്ന പരിപാടി അമിത്ഷായ്ക്കില്ല. മറിച്ച് ഭീഷണിപ്പെടുത്തി അവരുടെ വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അവരെ എങ്ങനെയൊക്കെ കുത്തിയാൽ പരിക്കേൽപ്പിക്കാം, ഏതൊക്കെ തരത്തിൽ അവരെ ആക്ഷേപിച്ചാൽ അവർക്ക് നോവും എന്ന് മനസ്സിലാക്കിയാണ് ആ മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. ഇത്രയധികം നെഗറ്റീവായി ചിന്തിക്കുന്ന, ഇത്രയധികം മനുഷ്യരെ ഏറ്റവും പൈശാചിക മനസ്സോടെ സമീപിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ത്യയിൽ മുമ്പ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിരളമായിരിക്കും. ഈ മനുഷ്യനാണ് ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും നെഹ്റുവിനെക്കുറിച്ചും വാതോരാതെ വെറും കിംവദന്തികൾ മാത്രം, ബാലിശമായ കിംവദന്തികൾ മാത്രം പരത്തുന്നത്. ഒന്നാലോചിക്കുക, ഇന്ദിരാഗാന്ധിയുടെയോ ജവഹർലാൽ നെഹ്റുവിൻ്റെയോ ഒന്നും യോഗ്യതയുടെ അടുത്തെത്താൻ പോലും, എന്തിനവരുടെ ഒന്നും കാല് കഴുകാൻ പോലുമുള്ള യോഗ്യത ഇവർക്കാർക്കും ഇല്ല. കാരണം ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ ചരിത്രം മാത്രമേ സംഘപരിവാറുകാർക്കുള്ളൂ. ഷൂ നക്കാനും അതുപോലെ മാപ്പെഴുതി കൊടുക്കാനും 100 തവണ അവരോട് എപ്പോൾ വേണമെങ്കിലും മാപ്പ് പറയാനും അപ്പം കാണുന്നവനെ ആ രീതിയിൽ തന്നെ വിളിക്കുന്നവനും ഒക്കെ ഇതിനകത്ത് പെട്ടുപോയാൽ എന്തായിരിക്കും ഗതി എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഇത്തരത്തിൽ പല മലീനസം നിറഞ്ഞ മനസ്സുമായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊന്നും തിരുത്താൻ കഴിയില്ല. വാസ്തവത്തിൽ അവരെല്ലാം ഈ രാജ്യത്തെ പൗരരായി ഞെളിഞ്ഞ് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. വാസ്തവത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു സംഭാവനയും ചെയ്യാത്തവർ ഇന്ന് ഇന്ത്യൻ ചരിത്രത്തിൽ വാഴ്ത്തപ്പെടുന്നു എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് നായിഡുവിൻ്റെ വിശേഷമാണ്. നായിഡു ശക്തമായി തന്നെ പറയുകയാണ്, ശക്തമായ അഭിപ്രായവുമായി രംഗത്ത് വരികയാണ്. താൻ പിന്തുണ പിൻവലിച്ചാൽ ഇവരെന്ത് ചെയ്യും? എന്നെ വിരട്ടുകയൊന്നും വേണ്ട, ജയിലിൽ കിടന്നാലും വേണ്ടില്ല, ആത്മാഭിമാനം അടിയറവ് വയ്ക്കില്ല, പണയം വയ്ക്കില്ല. ഇത്തരത്തിൽ ഉള്ള സമീപനവുമായാണ് ചന്ദ്രബാബു നായിഡു രംഗത്ത് വരുന്നത്. നായിഡുവിൻ്റെ MP-മാർ 16 പേരാണ്. ആ MP-മാരെ കൂറുമാറ്റാൻ തങ്ങൾക്കധികം സമയം വേണ്ട എന്ന് BJP പറയുന്നു. അങ്ങനെ കൂറുമാറ്റിയാൽ മാറുന്നവരല്ല നായിഡു വിഭാഗത്തിലുള്ളവരെന്ന് ചന്ദ്രബാബു നായിഡു തിരിച്ചും അടിക്കുന്നു. ആകെ കൊടുത്തത് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമാണ്. അത് വെള്ളത്തിൽ വരച്ച വര പോലെ അവർക്കെടുത്ത് കളയാവുന്നതേ ഉള്ളൂ.